ഈ ജനറൽ കൺവെൻഷനിൽ വളരെ അനുഗ്രഹീതമായ ഒരു തീം എല്ലാ പ്രഭാഷകർക്കും നൽകി. ഇത് വളരെ ക്രമീകൃതമായിട്ട് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന കത്തുദാസന്മാർ ക്രമീകരിച്ചിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. मैं परमेश्वर को धन्यवाद देता हूं क्योंकि इसी कन्वेंशन में एक खास मुद्दे पर प्रचार करने के लिए अलग अलग टॉपिक में विभाग करके प्रभु का दासों को दिया गया है. അതിൻ്റെ ഭാഗമായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ദ ജോയ്ഫുൾ കോസ്റ്റ് ഓഫ് ഹോൾ ഹാർട്ടഡ് വർഷിപ്പ്, പൂർണ്ണഹൃദയത്തോടുള്ള ആരാധനയുടെ സന്തോഷകരമായ വില എന്ന ചിന്തയാണ് ഇന്നത്തെ പഠനത്തിന് വേണ്ടി ഇവിടെ വായിച്ച് വിശദീകരിക്കുന്നു. आज सुबह की इसी संदर्भ में मुझे दिया गया हुआ उसका विषय यह है, जो परमेश्वर को आराधना करने के लिए महत्वपूर्ण आराधना, कीमती पूर्वक आराधना करने में कितना आनंद होता है, उसके लिए मत्ती रचित सुसमाचार उसके 26 अध्याय 6 से लेकर 13 तक की कलाम मुझे दिया गया है. വേദഭാഗം ഇവിടെ വായിച്ച് കേൾപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. യേശു ബേഥാനിയയിൽ കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെൺകൽ ഭരണി എടുത്തും കൊണ്ട് അവൻ്റെ അടുക്കെ വന്നു. അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവൻ്റെ തലയിലൊഴിച്ചു. ശിഷ്യന്മാർ അത് കണ്ടിട്ടു മുഷിഞ്ഞു. ഈ വെറും ചിലവെന്തിന്? ഇത് വളരെ വിലയ്ക്കു വിറ്റു ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അത് അറിഞ്ഞ് അവരോട്, സ്ത്രീയെ, അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കെയുണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇല്ലാതാനും. അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. ലോകത്തിൽ എങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്നു ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. जब यीशु बेथनियाह में शमौन कोढ़ी के घर में था तो एक स्त्री संगमरमर की पात्र में बहुमूल्य इत्र लेकर उसके पास आई, और जब वह भोजन करने बैठा था तो उसके सिर पर उंडेल दिया. यह देखकर उसके चेले रसीहा और कहने लगा, इसका क्यों सत्यानाश किया गया? इससे तो अच्छे दाम पर बेचकर कंगालों को बांटा जा सकता था. यह जानकर यीशु ने उससे कहा, स्त्री को क्यों सताते हो? उसने मेरे साथ भलाई की है. कंगाल तो तुम्हारे साथ सदा रहते हैं, परंतु मैं तुम्हारे साथ सदैव ना रहूँगा. उसने मेरी देह पर जो यह इत्र उंडेला है वह मेरे गाड़े जाने के लिए किया है. मैं तुमसे सच कहता हूँ कि सारे जगत में जहाँ कहीं यह सुसमाचार प्रचार किया जाएगा वहाँ उसके इस काम का वर्णन भी उसके स्मरण में किया जाएगा. ഈ വായിച്ചു കേട്ട ദൈവജനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. वचन के लिए मैं प्रभु का धन्यवाद देता हूँ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് തലേ ആഴ്ചയിൽ നടന്ന സംഭവ പരമ്പരകളുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം സുവിശേഷകന്മാർ സുവിശേഷ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. और हमारा प्रभु यीशु मसीह का क्रूशीकरण करने से पहले किया हुआ एक बहुमूल्य कार्य के तौर पर हर एक सुसमाचार लेखकों ने उसका वर्णन किया गया है. ഈ ഭാഗത്തെ ആസ്പദമാക്കി സന്തോഷപ്രദമായ ആരാധനയ്ക്ക് വേണ്ടി നാം നൽകേണ്ട വിലയെക്കുറിച്ച് ഗ്രഹിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ എല്ലാ പ്രിയപ്പെട്ടവരും ആയിരിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. और मेरा पहले से ही आपसे ये विनती है कि एक आराधना के लिए कीमती देकर जो आराधना करना कितना बहुमूल्य है और कितना आनंददायक है वो समझने के लिए हम सभी लोग प्रार्थना पूर्वक बैठिए. ദൈവം ആഗ്രഹിക്കുന്നത് ഇവിടെ പറയപ്പെടുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തേക്ക് പ്രവേശിക്കണമെന്നാണ്. और परमेश्वर यूँ चाहता है कि जो वचन हम सुनाया जा रहा है उसी वचन हमारा हृदय में बैठ पाए. ഞാൻ സാധാരണഗതിയിൽ പറയാറുണ്ട്, വചനം നമ്മുടെ ഹൃദയത്തിൽ വരിക എന്നുള്ളത് സമകരമായൊരു കാര്യമാണ്. और मैं साधारण तौर पर इस तरह से कह रहा हूँ, जो वचन हमारा हृदय में बिठाना एक श्रम पूर्वक कार्य है. ദൈവം 5 വാതിലുകൾ തുറന്നുവെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുകയുള്ളൂ. अगर परमेश्वर हमारी 5 द्वारों
द्वारों को खोलेगा तो ही हमारा हृदय में इसी वचन बैठ पाएंगे। ഒന്നാമതായിട്ട് ദൈവം തുറക്കേണ്ട വാതിൽ അവസരത്തിന്റെ വാതിൽ എന്നാണ് അറിയപ്പെടുന്നത്. और उसके पहले द्वार यह है कि हमारे लिए अवसरों का द्वार खोलना है। പൗലോസിന് വേണ്ടി ഈ സഫലമായ വാതിൽ തുറന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് വചനവുമായിട്ട് വിവിധ സ്ഥലങ്ങളിൽ പോകുവാനും പ്രസംഗിക്കുവാനും ഒക്കെ സാധിച്ചത്. और पौलुस के लिए एक सफलता पूर्वक द्वार खोलने के कारण ही उसने जाकर के अलग अलग जगह पर वचन की प्रचार और मनादी की है। രണ്ടാമതായിട്ട് തുറക്കപ്പെടേണ്ട വാതിൽ നമ്മുടെ ദൈവത്തിന്റെ വചനത്തിന്റെ വാതിലാണ്. और दूसरा खोलना चाहिए ऐसा द्वार यह है कि वचन का द्वार खोलना है। കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ച കൂട്ടത്തിൽ പറയുകയാണ്, और വചനത്തിന്റെ വാതിൽ ഞങ്ങൾക്കായിട്ട് തുറക്കപ്പെടേണ്ടതിന് വേണ്ടി നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം. कोलोसियों की पत्री में पौल प्रेरित ने इस तरह से वो लिखकर उन्होंने ये कह रहा है, जब मैं प्रचार करूं तब परमेश्वर वचन का द्वार खोल के देने के लिए आप लोग मेरे लिए प्रार्थना करें। ഇവിടെ സംസാരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക് ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ പ്രസ്താവിക്കുവാൻ വചനത്തിന്റെ വാതിൽ തുറക്കപ്പെടേണ്ടതുണ്ട്. और यहाँ पर जो परमेश्वर का मनादी करने वाला प्रभु का दासों को वचन का मर्म समझने के लिए और प्रचार करने के लिए वचन का द्वार खुलना अनिवार्य है। ദൈവവചനം സംസാരിക്കേണ്ടവണ്ണം സംസാരിക്കുവാനായിട്ട് ദൈവമക്കളുടെ പ്രാർത്ഥന അതിന്റെ പിൻബലമായിട്ടുണ്ടായിരിക്കണം. और परमेश्वर का वचन को जिस तरह से प्रचार करना चाहिए उस तरह से प्रचार करने के लिए बहुमूल्य प्रार्थना आपकी योगदान की जरूरत है। ഇപ്രകാരം അവസരത്തിന്റെ വാതിലും വചനത്തിന്റെ വാതിലും തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കപ്പെടും. അങ്ങനെ പ്രസംഗിക്കപ്പെടുന്ന വചനം നമ്മുടെ ഹൃദയത്തിലെത്തുവാൻ നമ്മിൽ തുറക്കേണ്ട 3 വാതിലുകളാണ് അവസാനമായിട്ടുള്ളത്. और इस तरह से इसी जो अवसर हमें मिलता है उस द्वार खोलता है। दूसरा, परमेश्वर का वचन का भी द्वार खुल जाता है, तब जो सुनने वालों में खुलना चाहिए ऐसा 3 द्वार है, आखिरी 3 द्वार। നമ്മുടെ വ്യക്തിത്വത്തിന്റെ 3 മണ്ഡലങ്ങളിലാണ് ആ 3 വാതിലുകൾ സ്ഥിതി ചെയ്യുന്നത്. और हमारा व्यक्तित्व की 3 क्षेत्रों में उसी द्वार स्थित है। ഒന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിന്റെ വാതിലായ ചെവി തുറക്കപ്പെടേണ്ടതുണ്ട്. और पहली द्वार यह है कि हमारा शरीर का द्वार कान खुलना चाहिए। നമ്മുടെ അരുമനാഥനായ കർത്താവ് പിതാവായ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് തന്റെ ചെവി തുറന്നു എന്ന് യെശയ്യാവ് 50:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. और यशायाह नबी की पुस्तक उसका 50 अध्याय उसका 3 से 5 तक हम यूं पढ़ता है कि यीशु मसीह ने जब प्रार्थना कर रहे थे तब परमेश्वर ने उनका कान खोला है। ദൈവം തുറന്ന ചെവികൾ ഉള്ളവർക്ക് മാത്രമേ പിതാവിന്റെ ശബ്ദം ശ്രദ്ധയോടെ കേൾക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. जिसकी कान परमेश्वर ने खोला है वही लोग ही परमेश्वर का वचन या परमेश्वर पिता की आवाज सुन सकता है। പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ ചെവി സമർപ്പിക്കേണ്ടതിനെ കുറിച്ച് സംസാരിക്കുന്നു. और हमारा कान को समर्पित करने के बारे में पिता पुत्र पवित्र आत्मा तीनों बातें कर रहा है। പിതാവ് തന്റെ പുത്രനെ കുറിച്ച് പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുക്കുവിൻ. और पिता परमेश्वर ने यूं कहता है, ये मेरा प्रिय पुत्र, उनको कान दो। ഇന്നിവിടെ ഞങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും ഞങ്ങളിലൂടെ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നിങ്ങൾക്ക് തുറന്ന ഒരു ചെവിയും സമർപ്പിതമായ ഒരു ശ്രദ്ധയും ഉണ്ടായിരിക്കണം. हम यहाँ पर परमेश्वर का वचन की मनादी कर रहा है, लेकिन इसी वचन को सुनने के लिए आपको एक कान खुलना और उसके लिए एक मन आप में जरूरी है। കർത്താവ് തന്റെ ശ്രോതാക്കളോട് കൂടെ ഇത് ഓർപ്പിക്കുകയുണ്ടായി, കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. और परमेश्वर ने उनका श्रोतागणों से बार बार यूं कह रहा था कि जिसको कान है वो सुने। വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ 7 സഭകളോട് ദൂത് പറയുമ്പോൾ ആവർത്തിച്ച് 7 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് ആത്മാവ് സഭകളോട് പറയുന്നത്, ഇന്നതേ എന്ന് കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. और प्रकाशित वाक्य उसका 2 अध्याय और 3 अध्यायों में 7 कलीसियाओं को जब संदेश को दे रहा था उसी समय पर पवित्र आत्मा ने यूं लिखा, आत्मा जो कलीसिया से जो कह रहा है वो सुनने के लिए जिसको कान है वो सुने। ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ എത്തണമെങ്കിൽ ശ്രദ്ധയുള്ള ചെവികൾ ഉണ്ടായിരിക്കണം. और परमेश्वर का वचन अगर हमारा हृदय में बैठना है तो उसके लिए ध्यान पूर्वक हमारा कान को खोलना जरूरी है। ശ്രദ്ധിച്ച് കേൾക്കുന്ന വചനങ്ങൾ നന്നായി മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധിയെ തുറക്കേണ്ടതായിട്ടുണ്ട്. और ध्यान से हमारा कानों में से आने वाला इसी वचन हमारा हृदय में बैठना है तो हमारा हृदय का द्वार खोलना चाहिए। നമ്മുടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് വാതിലടച്ച് ഭയത്തോടെ ഇരുന്ന തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ പ്രത്യക്ഷനായപ്പോൾ അവരോട് സംസാരിച്ച വചനങ്ങൾ
വചനങ്ങൾ ഗ്രഹിക്കേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന് ലൂക്കോസ് 24 നാം കാണുന്നു. लूक की सुसमाचार उसका 24 अध्याय के अंदर हम यूं पढ़ सकता है, यीशु मसीह जी उठने के बाद जब प्रेरित लोगों ने एक बंद कमरे में बैठे थे, वो लोगों को जो वचन सुनाया उसी वचन को ग्रहण करने के लिए उनका बुद्धियों को खोला. അവസാനമായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ ദൈവം തുറക്കേണ്ടതുണ്ട്. और तीसरा द्वार यो है कि हमारा हृदय का द्वार खोलना है. അപ്പോസ്തലപ്രവൃത്തി 16 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. प्रेरितों का काम उसका 16 अध्याय उसका 14 आयतों में ही पढ़ सकता है. പൗലോസ് അപ്പോസ്തലൻ സംസാരിച്ച വാക്കുകളെ ശ്രദ്ധിക്കേണ്ടതിന് ഉൾക്കൊള്ളേണ്ടതിന് കർത്താവ് ലുദിയായുടെ ഹൃദയം തുറന്നു. और पौल प्रेरित ने जिस वचन को प्रचार कर रहा था उसी वचन को ग्रहण करने के लिए लुदिया का हृदय खोली है. ദൈവം ഇവിടെ തുറന്ന അവസരത്തിന്റെ വാതിലിനായിട്ട് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. यहाँ पर परमेश्वर ने खोला हुआ अवसर की वक्त की द्वार के लिए मैं प्रभु को धन्यवाद देता हूं. ഇവിടെ തുറക്കപ്പെട്ട ദൈവവചനത്തിന്റെ വാതിലുകൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. यहाँ पर खुला हुआ परमेश्वर की आयतों की द्वार के लिए मैं प्रभु का धन्यवाद देता हूं. നമ്മുടെ എല്ലാവരുടെയും ചെവികളെ ദൈവം ശ്രദ്ധയോടെ വചനം കേൾക്കുവാൻ തുറക്കട്ടെ. और परमेश्वर हम हर एक व्यक्तियों का कानों को पूरी तरह से खोले ताकि वचन सुन सके. ഇവിടെ മുഴങ്ങുന്ന ദൈവവചനം ശ്രദ്ധയോടെ മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവം നമ്മുടെ ബുദ്ധിയുടെ വാതിലുകളെ തുറക്കട്ടെ. यहाँ पर मनादी करने वाला इसी वचन को पूरी तरह से समझने के लिए परमेश्वर हमारा बुद्धियों का द्वार खोलने पाए. വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകളെ തുറക്കട്ടെ. परमेश्वर का वचन को स्वीकार करने के लिए परमेश्वर हमारा हृदयों का भी द्वार को खोलने पाए. ദൈവം തുറന്നാൽ മറ്റാർക്കും അടയ്ക്കുവാനായിട്ട് കഴിയുകയില്ല. परमेश्वर अगर खोलेगा तो कोई बंद नहीं कर पाएगा. നമ്മുടെ പലരുടെയും പ്രശ്നങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കാത്തതല്ല, പിന്നെയോ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. और हमारा समस्या ये नहीं कि हम वचन नहीं सुन रहा है, लेकिन जो सुनने वाला वचन हमारा हृदय में बैठ नहीं पा रहे. ആഗ്രഹിക്കുന്ന ആത്മാക്കളിലേക്കാണ് ദൈവത്തിന്റെ വചനം ദൈവം ഹൃദയത്തിൽ എത്തിക്കുന്നത്. और जो लोग वचन के लिए चाहत के साथ बैठे हैं उनकी ओर परमेश्वर का वचन भेज रहा है. നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ, ദൈവമേ എന്റെ ഹൃദയത്തിൽ നീ വചനം പ്രവേശിക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ. हम परमेश्वर के सामने यही प्रार्थना करें, जिस वचन में सुन रहा हूं उस वचन मेरा हृदय में बैठने पाए. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം എത്തിയാൽ ആ വചനം എന്തെല്ലാം ചെയ്യുമെന്ന് ആർക്കും പ്രവചിക്കുവാനായിട്ട് കഴിയുകയില്ല. अगर परमेश्वर का वचन हमारा हृदय में बैठ पाए तो उसी वचन क्या क्या कार्य कर सकता है वो कोई नहीं वर्णन कर सकता है. ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യങ്ങൾ 4:20 മുതൽ 22 വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ज्ञानी सुलेमान ने उसका निधि वचन उसका 4:20 में यूं लिखा है, മകനെ എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, ओ बेटा मेरा वचन के लिए कान दो, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായിക്കുക, मेरा वचन को सुनने के लिए तेरा कान लगा दे, നിന്റെ ദൃഷ്ടിയിൽ നിന്ന് അത് മാഞ്ഞു പോകരുത്, तेरा दृष्टि से वो हटना न पाए, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അതിനെ സൂക്ഷിക്കുക. और तेरा हृदय की भीतर उसको संभाल कर रखिए. തുടർന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, और आगे क्या कह रहा है ध्यान से അതിനെ सुनिए. കിട്ടുന്നവർക്ക് അത് ജീവനാണ്, और जिसको वो मिल रहा है वो जीवन है, അവരുടെ മുഴുദേഹത്തിനും അത് സൗഖ്യമാണ്. और उनका पूरा शरीर के लिए वो चंगाई है. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. परमेश्वर का वचन जीवित और प्रबल है. ഹൃദയത്തിൽ വചനം കിട്ടിയാൽ അത് ജീവനായിട്ട് വ്യാപരിക്കും. और हृदय में अगर हमारा वचन मिलता है तो वो जीवित है और जीवित कार्य करता है. ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം കിട്ടിയാൽ നമ്മുടെ ശരീരാത്മ ദേഹികളിലേക്ക് അത് സൗഖ്യമായിട്ട് വ്യാപരിക്കും. और जो हृदय में जो वचन मिलता है हमारा देही की ओर वो स्वास्थ्य के लिए वो काम करता है. ഞാൻ എന്റെ വചനത്തെ അയച്ചവരെ സുഖമാക്കുന്നു എന്ന് ദൈവം അറിയിച്ചു. परमेश्वर का वचन में लिखा है मैं मेरा वचन भेजकर उनको चंगा करता हूं. ഇന്ന് നിങ്ങൾക്ക് സൗഖ്യം ആവശ്യമുള്ളത് ശരീരത്തിലാകട്ടെ മനസ്സിലാകട്ടെ ആത്മാവിലാകട്ടെ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോൾ ആ സൗഖ്യം ദൈവം നിശ്ചയമായിട്ടും നിങ്ങളിൽ സംഭവമാക്കും. आज दिन की समय चाहे आपकी मानसिक हो क्या शारीरिक हो और बौद्धिक हो, जहां पर की आपकी चंगाई की जरूरत है उसी वचन वहीं पर कार्य करने पाए. നാം വായിച്ചതായ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. हमने पढ़ा हुआ वचन की ओर मैं ध्यान को आकर्षित करना चाहता हूं. നമ്മുടെ കർത്താവിന്റെ ക്രൂശുമരണത്തിന് തൊട്ടു മുൻപ് നടന്ന സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭമാണിതെന്ന് ഞാൻ और ഓർപ്പിച്ചുവല്ലോ. यीशु मसीह की क्रूसीकरण की थोड़ा ही दिन की पहले हुआ एक घटना है.
കർത്താവ് കുഷ്ഠരോഗത്തിൽ നിന്നും സൗഖ്യമാക്കിയ ശീമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കർത്താവിനുള്ള ആദരവ് നിമിത്തം തൻ്റെ വീട്ടിൽ ഒരു വിരുന്ന് ക്രമീകരിച്ചു. और यीशु मसीह ने जिस व्यक्ति को एक कोढ़ व्यक्ति को चंगा किया, उन्होंने उनकी आभार को व्यक्त करने के लिए धन्यवाद के रूप में वहां पर एक मेजबानी तैयार कर रहा है. ആ സന്ദർഭത്തിലാണ് ബെഥാന്യയിലെ മറിയ എന്നറിയപ്പെടുന്ന ഈ പ്രിയ സഹോദരി നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ വന്നതായി നാം വായിച്ചത്. और उसी समय पर वहीं पर एक मरियम ने बथानिया का मरियम वहां पर धन्यवाद के साथ एक इस्तर लेकर वहीं पर आई. സുവിശേഷങ്ങളിൽ 5 മറിയമാരെ കുറിച്ച് നാം കാണുന്നുണ്ട്. सुसमाचार के अंदर 5 मरियम के बारे में हम पढ़ सकता है. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നമുക്കറിയാവുന്ന പോലെ നമ്മുടെ കർത്താവിൻ്റെ അനുഗ്രഹീതയായ മാതാവ് മറിയയാണ്. 5 മറിയോं से मुख्य मरिया यीशु मसीह का मां मरियम है. മറ്റൊരു മറിയ മഗ്ദലനക്കാരത്തി മറിയ എന്നാണ് അറിയപ്പെടുന്നത്. കർത്താവ് 7 ഭൂതങ്ങളെ പുറത്താക്കി സൗഖ്യം നൽകിയ ഒരു സഹോദരിയാണ് മഗ്ദലനക്കാരത്തി മറിയ. और दूसरी जो मरियम है, मरियम मगदलिनी, जिस पर 7 भूत थी और उसको यीशु मसीह ने निकाला. മൂന്നാമത്തെ മറിയ ക്ലെയോപ്പാവിൻ്റെ അമ്മയായ മറിയ. और तीसरी मरिया है क्लेयोपाव की मां मरिया है. നാലാമതായിട്ടുള്ള മറിയ മർക്കോസിൻ്റെ അമ്മയാണ്. മർക്കോസിൻ്റെ മാളികമുറി എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്നത് ആ മറിയയുടെ ഭവനത്തെയാണ്. और चौथी मरिया यह है कि मरकोस का माँ और मरकोस की अटारिगा जो लिखा है और वो उनकी माँ है. നാം വായിച്ചു കേട്ട വേദഭാഗത്തിലെ മറിയ ബെഥാന്യയിലെ മറിയ എന്നാണ് അറിയപ്പെടുന്നത്. और यहाँ पर हमने पढ़ा हुआ इसी भाग में जो वर्णन कर रही है वो मरियम और बेथानिया के मरियम है. ലാസറിന്റെയും മാർത്തയുടെയും സഹോദരിയായ മറിയയാണ് ഈ സംഭവത്തിലെ കഥാപാത്രം. और यहाँ पर जो बताने वाला जो मरियम है और मार्ता और मरियम जो लाजरस की बहन थी उनके बारे में है. ഈ പ്രിയപ്പെട്ട മറിയയെക്കുറിച്ച് 3 പ്രധാന കാര്യങ്ങൾ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. और इसी मरियम के बारे में बाइबल में 3 जगह पर जिक्र किया गया है. അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായിരുന്നുവെങ്കിൽ നന്നായിരുന്നു. अगर वो हमारा जीवन का भाग बन जाते तो हम कितना आशीषित है. ഒന്നാമത്തെ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ കർത്താവ് ബെഥാനിയിലെ ഭവനത്തിലെത്തിയപ്പോൾ മാർത്ത പലവിധമായ ബദ്ധപ്പാടുകളിൽ വ്യാപൃതയായി. എന്നാൽ മറിയ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു. और पहली भाग जब हम पढ़ता है, एक बार यीशु मसीह उनका घर पर आई, वो समय पर मार्ता उनका घर पर कई प्रकार की कार्यों से चिंतित थी, लेकिन मरियम ने यीशु की चरणों पर बैठी थी और वचन सुनने के लिए बहुत अच्छा जो कार्य है वो कर रहा है. ബെഥാനിയിലെ മറിയയെക്കുറിച്ച് പറയുന്ന 3 കാര്യങ്ങളും കർത്താവിൻ്റെ കാൽക്കലിരുന്ന സംഭവങ്ങളാണ്. और दोनों जगह पर मरियम के बारे में यूं पढ़ सकता है और यीशु मसीह का चरणों पर वो बैठी थी. എന്ന് നിങ്ങൾ ഈ പന്തലിന്റെ കീഴിലിരിക്കുമ്പോൾ ഈ മനോഭാവത്തോടുകൂടി ആയിരിക്കണം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിലിരുന്ന് അവിടുത്തെ തിരുമൊഴികളെ ശ്രദ്ധിക്കുവാൻ ദൈവം എനിക്ക് തന്ന നിമിഷമാണിത്. और आज हमने इसी समय को बहुमूल्य समझना, क्योंकि हम हमारा प्रभु यीशु मसीह की चरणों पर बैठने के लिए प्रभु हमें अनमोल मौका दी है. പരാതിക്കാരിയായ മാർത്തയോട് കർത്താവ് പറഞ്ഞു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അത് ആരും അവരിൽ നിന്ന് അപഹരിക്കുകയില്ല. और वहां पर बुड़बुड़ाने वाला मार्ता से प्रभु यूं कह रहा है, और मरियम ने जो अच्छी वस्तु को चुन ली है और किसी उससे चुरा नहीं पाएंगे. നമുക്കുള്ളത് പലരും കൊണ്ടുപോയെന്ന് വരാം, എന്നാൽ നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന ദൈവത്തിന്റെ വചനം ആർക്കും മോഷ്ടിക്കുവാൻ കഴിയുകയില്ല. हो सकता है हमारे पास जो कुछ भी हो वो लोग चुरा सकता है, छीन सकता है, लेकिन जो परमेश्वर जो दे रहा है उसी वचन कोई चुरा नहीं पाएगा. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിലാണ് അടുത്തതായിട്ട് ഈ മറിയ കർത്താവിന്റെ കാൽക്കൽ വീഴുന്ന സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. और यूहन्ना 11:32 में हम पढ़ सकता है इसी मरियम यीशु की पैरों पर गिरती है. തന്റെ സഹോദരനായ ലാസർ മരിച്ചു. 4 ദിവസമായി നാറ്റം വെച്ച അവസ്ഥയിലിരിക്കുമ്പോൾ കർത്താവ് അവളുടെ ഗ്രാമത്തിലേക്ക് വരികയും അവൾ വന്ന സമയത്ത് തൻ്റെ സഹോദരിയായ മാർത്ത, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറയുകയും ചെയ്തപ്പോൾ ഓടി പട്ടണത്തിന്റെ വാതിക്കലേക്ക്, ആ ഗ്രാമത്തിന്റെ വാതിക്കലേക്ക് എത്തുകയും ചെയ്തു. और इसी मार्ता और मरियम का भाई लाजरस मर चुका है. 4 दिन के बाद जब यीशु मसीह वहीं पर आई, उस समय पर मार्ता ने मरियम के पास आकर के कह रहा है, यीशु गुरु आए हैं, वो बुला रही है.
वो समय पर मरियम को वहीं पर हम पढ़ सकता है। കർത്താവിനെ കണ്ട മാത്രയിൽ അവൾ ഓടിച്ചെന്ന് കർത്താവിന്റെ കാൽക്കൽ വീണത് ആശ്വാസത്തിന് വേണ്ടിയായിരുന്നു. और मरियम ने दौड़ करके यीशु की पैरों पर गिरी है ताकि वो दिलासा पा सके। അതേ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ യേശുവിന്റെ കാൽക്കലിരുന്ന മറിയ, और परमेश्वर का वचन को पढ़ने के लिए यीशु का चरणों पर बैठी हुई मरियम, ജീവിതത്തിലെ നിർണായകമായ നിമിഷങ്ങളിൽ ആശ്വാസത്തിനായിട്ട് കാൽക്കൽ വീഴുന്ന മറിയ, और जिंदगी की बहुत बड़े कठिनाइयों के बीच में आश्वासन पाने के लिए यीशु के पैरों पर गिरने वाली मरियम। മൂന്നാമതായിട്ടാണ് നാം ഈ വായിച്ച വേദഭാഗത്തിൽ കർത്താവിന്റെ കാൽക്കലിരുന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന വിലയേറിയ സ്വച്ഛജടമാംസി തൈലം അതിന്റെ പാത്രം പൊട്ടിച്ച് കർത്താവിന്റെ തലയിലൊഴിക്കുകയും പിന്നീട് കാലിൽ പൂശിയതായിട്ടും സുവിശേഷങ്ങളെ ചേർത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്. और तीसरी भाग हम यहाँ पर पढ़ती है, यीशु मसीह की पैरों पर, उसकी चरणों पर गिरती है संगमरमर की एक बहुत बड़े इत्र की, और भरनी लेकर के जाकर यीशु की पैरों पर बैठकर उसको तोड़ रही है। അത് സമ്പൂർണ്ണമായും ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറായ മറിയ എന്നാണ് നാം കാണുന്നത്. हम देख सकता है संपूर्ण रीति पर प्रभु यीशु मसीह को आराधना करती हुई उनकी चरणों पर बैठी है। യേശുവിന്റെ കാൽക്കലിരുന്ന് വചനം പഠിക്കുന്ന മറിയ, और यीशु की चरणों पर बैठकर वचन सुनने वाली, पढ़ने वाली मरियम, ആശ്വാസത്തിനായിട്ട് യേശുവിന്റെ കാൽക്കൽ വീഴുന്ന മറിയ, और दिलासा के लिए, आश्वासन के लिए यीशु की पैरों पर गिरने वाली मरियम, ആരാധനയ്ക്കായിട്ട് യേശുവിന്റെ കാൽ കീഴെ വീഴുന്ന മറിയ, आराधना के लिए यीशु की पैरों पर गिरने वाली मरियम। ഈ പ്രഭാതത്തിൽ ഈ മൂന്ന് സ്വഭാവം നമ്മുടെ സ്വഭാവമായി തീരട്ടെ. आज सुबह में मेरा यही प्रार्थना है, ये तीनों स्वभाव हमारा भी स्वभाव बन जाए। കർത്താവിന്റെ കാൽക്കലിരുന്ന് വചനം പഠിക്കുന്നവർക്ക് മാത്രമേ ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. जो कोई भी व्यक्ति यीशु की पैरों पर बैठकर उन वचन जो पढ़ते हैं, उसी व्यक्ति को ही परमेश्वर का वचन भली भांति समझ सकता നമ്മൾ है। 2 അധ്യായം വായിച്ചാൽ എനിക്ക് വചനമെല്ലാം അറിയാം, ഇനി എനിക്ക് വായിക്കേണ്ട കാര്യം പോലും ഇല്ലെന്ന് ചിന്തിച്ചാണ് പലരും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. और 1-2 वचन अध्याय पढ़ने के बाद हमें ऐसा लगता है मैंने सब कुछ पढ़ लिया है, अभी पढ़ने का कोई जरूरत नहीं है। ദൈവവചനം എത്ര വായിച്ചാലും പഠിച്ചാലും പിന്നെയും പിന്നെയും വിലയേറിയ നിക്ഷേപങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിക്ഷിപ്തമാണ്. जितना भी वचन हम पढ़ते रहो फिर भी उसका अगाध और उसकी ऊंढान और भी गहरी है। വേദപുസ്തകം മർമ്മങ്ങളുടെ കലവറയാണ്. और परमेश्वर का वचन मर्मों का भंडार है। അതേ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങളാണ് ലക്ഷക്കണക്കിന് ബൈബിൾ സെമിനാരികളിലും അവരുടെ ലൈബ്രറികളിലുമൊക്കെ ഇരിക്കുന്നത്. बाइबल के बारे में लिखा हुआ लाखों की संख्या में पुस्तकें कई लाइब्रेरियों में पड़ा है, आज भी निकल रहा है। ദൈവത്തിന്റെ വചനത്തിലെ ഒരു വാക്കുകൊണ്ട് ഗവേഷണം നടത്തി പ്രബന്ധങ്ങൾ ഉണ്ടാക്കിയവരുണ്ട്. और परमेश्वर का वचन का एक ही शब्द के ऊपर उन्होंने खोज करके बहुत बड़े निबंध लिखा हुआ लोग हैं। ഞാൻ ഈ സംസാരിച്ചുകൊണ്ട നിമിഷത്തിലും ലക്ഷക്കണക്കിന് ഗവേഷണ വിദ്യാർത്ഥികൾ ഈ ബൈബിളിനെ ആധാരമാക്കി പുതിയ പുതിയ സത്യങ്ങളെ കണ്ടെത്തി അതിനെ ഗവേഷണ വിഷയമാക്കുന്നതായിട്ട് നമുക്കറിയാമല്ലോ. और हमने आज पढ़ा हो इसी भाग को भी, और उसको परीक्षण और निरीक्षण करते हुए बहुत बड़े प्रबंध लिखने वाला लाखों की संख्या में छात्रों को हम पाया जा सकता है। എന്നോട് ചോദിച്ചുകൊള്ളുക, നിനക്കറിയാത്തതും അഗോചരവുമായ കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിവൃത്തിയാക്കുന്നതിന്റെ ഒരു മാർഗം ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നതാണ്. और परमेश्वर ने यूं कहा है, मुझसे मांग मैं तुझे गहरी और अथाह बांधों को मैं तुझे सिखाऊंगा। एक वचन पूरी होता है, वचन की गहरी में उतरता है। നമ്മുടെ ജീവിതത്തിന്റെ ഏത് നിർണായക നിമിഷങ്ങളിൽ നമുക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാനായിട്ട് യേശുവിന്റെ പാദപീഠം മാത്രമേ ഉള്ളൂ. और हमारा जिंदगी की कितना बड़ी समस्या हो, कोई भी क्यों न हो, दौड़कर शरण पाने के लिए, दिलासा पाने के लिए एक ही जगह है, यीशु मसीह का चरण। നമ്മുടെ കർത്താവ് കാൽക്കൽ വീഴുന്നവരെ തട്ടിമാറ്റുന്ന ഒരു നേതാവല്ല, പിന്നെയോ കാൽക്കൽ വീഴുന്നവനെ വാരിപ്പുണർന്ന് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവാണ്. हमारा परमेश्वर ऐसा परमेश्वर ऐसा नेता नहीं है जो पैरों पर जो दौड़ कर आकर गिरती है उनको लात मार कर निकाल देते हैं, परंतु यीशु मसीह ऐसी व्यक्ति है उनको दोनों हाथ बढ़ाकर उसको आलिंगन करने वाला है। മറിയയുടെ പ്രശ്നം എത്ര രൂക്ഷമായിരുന്നിട്ടും കർത്താവിന്റെ കാൽക്കൽ അവൾ വീണപ്പോൾ യേശു കർത്താവ്
കല്ലറയ്ക്കുള്ളിൽ മരിച്ച് 4 നാളായി നാറ്റം വെച്ച ലാസറിനെ തന്റെ വാക്കിന്റെ ശക്തിയാൽ പുറത്തു വരുത്തിയെങ്കിൽ ആ കർത്താവിന് ഇന്ന് നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. और लाजरस मरकर 4 दिन होने की बावजूद भी यीशु के चरणों पर आकर गिरने वाली इसी मरियम के लिए उनके साथ उनका दुख समझकर लाजरस को बाहर लाने वाला ये यीशु मसीह हमारा समस्या कोई भी क्यों न हो आज भी हमारे लिए काम कर सकता है. ഈ കർത്താവിന് ആരാധന അർപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും ധന്യമായ നിമിഷങ്ങളാണ്. और हमारा जिंदगी की सबसे बहुमूल्य समय यह है कि उसी परमेश्वर को उसी महान यीशु को आराधना. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ടാണ് നാം അവിടുത്തെ ആരാധിക്കുന്നത്. हमारा परमेश्वर आराधना का योग्य परमेश्वर होने के कारण हम उसको आराधना നാം करते हैं. ആരാധിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. हम जिसको आराधना करते हैं वो सर्वशक्तिमान परमेश्वर है അവിടുന്ന് സർവജ്ഞനായ കർത്താവാണ്. और सर्वज्ञानी परमेश्वर है. അവിടുന്ന് സർവവ്യാപിയായ കർത്താവാണ്. वो सर्वव्यापी परमेश्वर है. അവിടുന്ന് ആരംഭമോ അവസാനമോ കൂടാതെ നിത്യനായ ദൈവമാണ്. वो आदि और अंत नहीं है वो अनादिकाल परमेश्वर है. ആ കർത്താവ് നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ട്. और उसने ऐसा वायदा की है कि जहां इस दुनिया पर जहां पर भी मेरा नंबर 2 या 3 इकट्ठा हो मैं उनके बीच उतर कर आऊंगा. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവിന്റെ സാന്നിധ്യം ഇന്നിവിടെ ഉണ്ട്. वायदा में विश्वास योग्य परमेश्वर की सानिध्य यहाँ पर है. हालेलुया. നിങ്ങളുടെ അടുക്കലിരിക്കുന്ന വ്യക്തിയെക്കാൾ സമീപസ്ഥനായിട്ട് നിങ്ങളുടെ തോളിൽ കൈവച്ചുകൊണ്ട് എന്റെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. आपकी बगल में बैठे हुए व्यक्ति से भी समीप प्रभु यीशु मसीह आपके साथ है. उनका सानिध्य अनुभव करने वालों के लिए प्रभु को मैं धन्यवाद देता. മറിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് കർത്താവിന്റെ അടുക്കലേക്ക് തന്റെ കയ്യിൽ കരുതിയിരുന്ന വിലയേറിയ സ്വച്ഛജടമാംസി തൈലത്തിന്റെ ആ ഭരണിയുമായിട്ട് കുപ്പിയുമായിട്ട് വരികയാണ്. और यहाँ पर संगमरमर की पात्र लेकर के इसी अवसर को उपयोग करती हुई मरिया आ रही है. തന്റെ കയ്യിലുണ്ടായിരുന്ന പാത്രത്തിൽ വിലയേറിയ തൈലമാണ്. और उनकी पात्र जो है उसमें बहुत मूल्यवान इत्र है. അതിന് 300 വെള്ളിക്കാശ് വില ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇതിൽ തന്നെ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ടല്ലോ. हम पढ़ सकता है उसकी अच्छे दाम जो 300 दिनार में बेच सकती है. അക്കാലത്ത് ഒരു വ്യക്തി മുന്തിരിത്തോട്ടത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചാൽ കിട്ടുന്ന ഒരു ദിവസത്തെ കൂലിയാണ് 1 വെള്ളിക്കാശ് എന്ന് പറയുന്നത്. और उसी समय पर अगर एक व्यक्ति दाख की बारी में मेहनत करने के लिए जाए तो उनको 1 दिनार 1 दिन की पगार की तौर पर मिलता था. അപ്പോൾ 300 വെള്ളിക്കാശ് എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും ഒരു വർഷക്കാലം ജോലി ചെയ്താൽ കിട്ടുന്ന കൂലിയുടെ വിലയാണ്. और 300 दिनार को कहे तो एक व्यक्ति एक पूरा साल मेहनत करते तो जितना मिलता है उनका उतना उनका पगार है. ഒരുപക്ഷെ മറിയം തന്റെ വിവാഹ ആവശ്യത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതായിരിക്കാം ഈ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം. हो सकता है कि मरियम उनकी शादी के लिए इस इत्र को संभाल कर रखी थी. വേദപണ്ഡിതാക്കൾ പറയുന്നത് ഹിമാലയൻ മേഖലകളിൽ നിന്നും ലഭ്യമാകുന്നതാണ് ഇവിടെ പറയപ്പെട്ട വിശേഷ തൈലം. और वेद पंडितों ने इस तरह से यूं कहता है उनको मानना है कि भारत में ऐसी जगह से हिमालयन जगह से मिलने वाला इत्र बहुमूल्य इत्र है. यहाँ पर कहने वाले इत्र നമ്മുടെ കർത്താവിന്റെ കാൽക്കൽ അവിടെ ഇരുന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന കുപ്പി പൊട്ടിച്ചു എന്നാണ് നാം വായിക്കുന്നത്. और हम इस तरह से पढ़ सकता है वहां पर जाकर के यीशु के पैरों पर उसने तोड़ दी. അതവൾ പൂർണ്ണമായിട്ടും നമ്മുടെ കർത്താവിന്റെ തലയിലേക്ക് ഒഴിച്ചു. और यीशु मसीह का और उसकी सिर पर वो डाल दिया. മാത്രമല്ല യോഹന്നാന്റെ സുവിശേഷം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ കർത്താവിന്റെ കാലിൽ ആ തൈലം പൂശി. और हमने और दूसरी इंजील में से हम पढ़ता है यीशु की पैरों पर भी वो लगाई. അതേ ആ ഭവനം മുഴുവനും സുഗന്ധപൂരിതമായി തീർന്നു. और वो पूरा घर और उसका सुगंध से भर പ്രിയരേ, गया. സമ്പൂർണ്ണമായ ഒരു സമർപ്പണത്തെയാണ് നാം ഇവിടെ കാണുന്നത്. ये क्या दिखाई दे रहा है? हमारा संपूर्ण समर्पण को. അവളുടെ പക്കലുള്ള വിലയേറിയത് കർത്താവിനായിട്ട് അർപ്പിക്കുകയാണ്. और उनकी पास सबसे श्रेष्ठ और बहुमूल्य क्या थे वो यीशु के लिए समर्पित की है. ശരിയായ ആരാധന വില നൽകുന്ന ആരാധനയാണ്. और सही आराधना कीमती देकर आराधना करने वाला आराधना है. പലരും വിചാരിക്കുന്നത് ആരാധന സൗജന്യമാണെന്നാണ്. और कई लोग ने यूं मानते हैं कि आराधना एकदम सेत में तय और उसका मामूली है. ആരാധനയ്ക്ക് വേണ്ടി വില നൽകുവാൻ തയ്യാറുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. जो लोग आराधना के लिए कीमती चुकाने के लिए तैयार है उनकी प्रति में प्रभु को धन्यवाद देता हूं. 2 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ദാവീദിന്റെ ജീവിതത്തിൽ
ജീവിതത്തിൽ നിന്നും ധന്യമായ ഒരു ഉദാഹരണം നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. दूसरी शमूएल की पुस्तक उसका 22 अध्याय उसका 4थी कलम जब हम पढ़े वहां पर दाऊद के जीवन में से एक भाग हम पढ़ सकता है. ദൈവത്തിന്റെ ന്യായവിധി ദേശത്ത് വ്യാപരിച്ചുകൊണ്ടിരുന്നപ്പോൾ അരവന എന്ന് പറയുന്ന വ്യക്തിയുടെ മെതിക്കളത്തിൽ ദൂതൻ നിൽക്കുന്നതായിട്ട് ദാവീദ് കണ്ടു. और जब इस्राएलियों के ऊपर परमेश्वर की न्याय मंडरा रहा था उस समय पर अरवना की जो मैदान पर कलीहान में परमेश्वर का दूत खड़े होते हुए दाऊद ने देखा. തന്മൂലം അവിടെ ഒരു യാഗപീഠം പണിയുവാനായിട്ട് ആ സ്ഥലം ദാവീദ് രാജാവ് അരവനയോട് ചോദിച്ചു. दाऊद राजा ने अरवना से पूछा कि इसी खेत मुझे आराधना करने के लिए രാജാവിന് വേണ്ടി ആ സ്ഥലം മാത്രമല്ല തനിക്ക് യാഗം കഴിക്കുവാനുള്ള കാളകളെയും അതിനുള്ള വിറകും ആളുകളും എല്ലാം നൽകുവാനായിട്ട് അദ്ദേഹം തയ്യാറാണ് എന്നറിയിച്ചു. तब अरवन्ना ने महाराजा से यूं कहा कि केवल खेत नहीं बलिदान के लिए मैं बैलों को और उसके लिए लकड़ियों को भी मैं दे दूंगा करके कहा. എല്ലാം രാജാവിന് സൗജന്യമായിട്ട് നൽകുവാൻ തയ്യാറായ അരവനയോട് ദാവീദ് പറഞ്ഞ മറുപടി അവിടെ ശ്രദ്ധേയമാണ്. അങ്ങനെയല്ല, ഞാനത് നിന്നോട് വിലക്കേ വാങ്ങുകയുള്ളൂ, എനിക്കൊന്നും ചിലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കയില്ല എന്ന് പറഞ്ഞു. और अरवन्ना ने सब कुछ उसको फ्री देने के लिए मुफ्त में देने के लिए तैयार हुआ. वो समय पर दाऊद राजा ने यूं कहा, अरवन्ना मैं खाली नहीं लूंगा, मेरा परमेश्वर के लिए खर्च बिना आराधना नहीं करूंगा, खर्च करके ही मैं आराधना करूंगा. മറ്റാരുടെയെങ്കിലും ചിലവിൽ നീ ദൈവത്തെ ആരാധിക്കുവാൻ ഇരിക്കരുത്. और दूसरा की खर्चा में आराधना करने के लिए कभी ना बैठे. യാഗത്തിന് വേണ്ടി നീ ചിലവ് ചെയ്യുവാൻ തയ്യാറാകണം. और यज्ञ के लिए तुमने खर्चा करने के लिए तैयार हो. അതിനുവേണ്ടി ചിലവഴിക്കുന്നത് പൊന്നും വെള്ളിയും ഒന്നുമല്ല. और उनके लिए जो खर्चा करता है ना सोना है ना चांदी है. സമ്പൂർണമായി നിന്നെ സമർപ്പിക്കുന്നതാണ് ആരാധനയുടെ വില എന്ന് പറയുന്നത്. और संपूर्ण तौर पर अपना जीवन को समर्पण करना यूं ही सही आराधना है. ദൈവത്തെ ആരാധിക്കുന്ന ആരാധന സമ്പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹിയും നമ്മുടെ ശരീരവും ദൈവത്തിനായി സമർപ്പിതമായിരിക്കണം. अगर हम परमेश्वर को आराधना करते हैं वो संपूर्ण आराधना बनना है. हमारा शरीर हमारा प्राण और आत्मा तीनों पूरी तरह से समर्पित करना चाहिए. പലപ്പോഴും നമ്മുടെ ആരാധനയിൽ ദൈവത്തിന് പ്രസാദിക്കുവാൻ കഴിയാത്തതിന്റെ കാരണം നമ്മുടെ വ്യക്തിത്വത്തിന്റെ ത്രിമണ്ഡലങ്ങളും ആരാധനയിൽ സമ്മേളിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. कई बार हमारी आराधना में परमेश्वर प्रसन्न नहीं होता क्योंकि हमारी आराधना में हमारा त्रिमंडल पूरी तरह से समर्पित किया नहीं जाता है. മിക്കവാറും ആരാധകരൊക്കെയും തങ്ങളുടെ ശരീരം മാത്രമാണ് ആരാധനയ്ക്ക് വേണ്ടി സമർപ്പിക്കാറുള്ളത്. और साधारण तौर पर आराधक अपनी शरीर को ही आराधना के लिए समर्पण करते हैं. ദൈവത്തിന്റെ ആലയത്തിൽ സമയാസമയങ്ങളിൽ വരുന്നു, समय समय पर आराधनालय में आते हैं, പാട്ടുപാടുന്ന കൂട്ടത്തിൽ കൂടെ അങ്ങ് പാടുന്നു, सब लोग गाते हैं तो उनके साथ में गाते हैं, കൈയടിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ കൈയടിക്കുന്നു, और ताली बजाने के लिए कहता है तो ताली बजाते സ്തോത്രം हैं, പറയണമെന്ന് ദൈവദാസന്മാർ പറയുമ്പോൾ അവർ പറഞ്ഞ എണ്ണത്തിനൊത്തോണം സ്തോത്രം പറയുന്നു. और धन्यवाद कहने के लिए कहे तो हालेलुया जो नंबर के हिसाब से कहते हैं. ഇതെല്ലാം ശരീരത്തിൽ മാത്രമുള്ള ആരാധനയാണ്. वो केवल हमारा शरीर से निकलने वाला शारीरिक आराधना है. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ആരാധന നമ്മുടെ ആത്മാവിൽ നിന്നും ആരംഭിക്കണം. और परमेश्वर यूं चाहता है हमारा शरीर से नहीं परंतु आत्मा से आराधना उठना चाहिए. അത് നമ്മുടെ ദേഹിയിൽ നിറഞ്ഞു നിൽക്കണം. और हमारा देही में वो भरपूर होना चाहिए. നമ്മിൽ അടക്കുവാൻ കഴിയാത്ത ആനന്ദവും സന്തോഷവും നന്ദിയുമായിട്ട് മാറുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ അത് പ്രകടമാകണം. हमारी आत्मा में वो नहीं समा नहीं सकता है. वो समय पर वो फटकर बाहर निकल के शरीर में से बाहर निकल रहा है. സമ്പൂർണ്ണ സമർപ്പണത്തോടെ ആരാധിക്കുന്ന ഒരു വ്യക്തിയോട് ആരാധിക്കുവാൻ ആവശ്യപ്പെടേണ്ടതില്ല. संपूर्ण मन से आराधना करने वाला व्यक्ति से आराधना करो करके कहने का कोई ഒരു जरूरत സ്തോത്രം എന്ന് പറയുവാനായിട്ട് അപേക്ഷിക്കേണ്ടതില്ല. नहीं. और धन्यवाद बोलो करके विनती करने का कोई जरूरी नहीं. ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് ദൈവദാസന്മാർ യാചിക്കേണ്ടി വരികയില്ല. और परमेश्वर की महिमा दो करके भीख मांगने का कोई जरूरी नहीं होता. കാരണം ആരാധന അവർക്ക് സമ്പൂർണ്ണമായ ഒരു സമർപ്പണമാണ്. क्योंकि आराधना संपूर्ण समर्पण है.
ഇന്ന് പകലിലും നമ്മുടെ മധ്യത്തിൽ ദൈവം നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. आज दिन में भी परमेश्वर आपको हम सबको देख रहा है. ഓരോ ആരാധനാ വേളയിലും ദൈവം നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്. और एक एक आराधना में परमेश्वर हमें ध्यान से देख रहा है. നാം എപ്രകാരമാണ് ആരാധിക്കുന്നതെന്ന് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ ശ്രദ്ധിച്ചു എന്ന് വരികയില്ല. हो सकता है यहाँ पर बैठे हुए प्रभु का दास लोग आप कैसी आराधना करते हैं करके उनको कोई पड़ी ना हो. എന്നാൽ ദൈവത്തിന് മുമ്പാകെ ദൈവത്തെ ആരാധിക്കുവാൻ വരുന്ന ഓരോ വ്യക്തിയെയും ദൈവം ശോധന ചെയ്യുന്നു. लेकिन परमेश्वर के सामने आराधना करने वाला हर एक व्यक्ति को परमेश्वर ध्यान पूर्वक देख रहा है. അലസമായിരിക്കുന്നവരെ ദൈവം കാണുന്നു. और अलसदा से बैठे हुए व्यक्ति की ओर परमेश्वर ध्यान करते हैं. പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കാത്തവരെ ദൈവം നോക്കി കാണുന്നു. और संपूर्ण मन से जो आराधना नहीं करते हैं उनकी ओर भी परमेश्वर का दृष्टि है. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 29 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. यशायाह नबी की पुस्तक उसका 29 अध्याय उसका 13 पद में इस तरह से पढ़ देखते हैं. ഇസ്രായേൽ സഭ കൂടി വന്നപ്പോൾ ദൈവം അവരുടെ ആരാധനയെ നോക്കിയിട്ട് പറഞ്ഞ അഭിപ്രായമാണ്, जब इस्राएली मंडली जब इकट्ठा हुआ था वो देखकर परमेश्वर ने यूं कहा, ഈ ജനം അടുത്തു വന്ന് അധരം കൊണ്ടും വായ് കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ ഹൃദയമെങ്കിൽ നിന്ന് ദൂരെ അകറ്റിയിരിക്കുന്നു. ये लोग मेरा पास आते हैं उनका होठों से उनका मुंह से मुझे स्तुति करते हैं लेकिन उनकी हृदय मेरा से बहुत दूर है. അതേ, ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കാതെ കേവലം ശരീരം കൊണ്ട് മാത്രം ആരാധിക്കുന്ന ജനമായിട്ട് അന്നത്തെ ജനം മാറി. और उसी समय की लोग इस तरह से परमेश्वर की दृष्टि में बहक गया, केवल शरीर से आराधना करते हैं, मन परमेश्वर के पास नहीं था. ആരാധനയിൽ ശരീരത്തിന് എന്തെങ്കിലും ഭാഗമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. आराधना के लिए शरीर को कोई भाग है करके पूछेगा तो सचमुच में जरूर शरीर का भाग तो है ही. അധരങ്ങൾ ദൈവത്തെ സ്തുതിപ്പാൻ ഉപയോഗിക്കേണ്ടതാണ്. हमारा होठ और परमेश्वर को स्तुति करने के लिए इस्तेमाल करना നമ്മുടെ है. വായ് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാണ്. और अपनी मुख से परमेश्वर को स्तुति करना है. കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിക്കേണ്ടതാണ്. हमारा ताली बजाकर हम प्रभु को स्तुति करना എന്നാൽ है. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്നുമല്ല വരുന്നതെങ്കിൽ അതിന് യാതൊരു വിലയുമില്ല. अगर वो हमारा हृदय से नहीं निकलता है उससे कोई मतलब नहीं. ഞാൻ ആരാധിക്കുന്ന വേളയിലോ പ്രസംഗിക്കുന്ന വേളയിലോ ആരോടും ആവശ്യപ്പെടാറില്ല ഒരു സ്തോത്രം പറയുവാൻ. और जब मैं आराधना करता हूं, जब प्रचार करता हूं, मैंने कभी नहीं कहता है हालेलुया बोलो. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിങ്ങളിൽ നിന്ന് ഞെക്കിപ്പിഴിഞ്ഞ് വായിക്കുന്ന ഒരു സ്തോത്രം വാങ്ങുവാനായിട്ട് ദരിദ്രനല്ല എന്റെ ദൈവം. और आप लोगों से दबा दबा कर हालेलुया मांगने के लिए मेरा परमेश्वर इतना दरिद्री परमेश्वर नहीं है. സ്വർഗത്തിലെ ദൈവം മഹത്വത്തിൽ ആരാധ്യനായിട്ട് വാഴുന്നു. और हमारा स्वर्ग का परमेश्वर महत्वपूर्ण महिमामय आराधना में बैठे हैं. 24 മണിക്കൂറും ദൈവത്തെ അവിടെ ആരാധിക്കുന്ന ദൂതന്മാരുണ്ട്. 24 घंटे वहां पर स्वर्ग दूतगण आराधना कर रहा है. ദൈവസിംഹാസനത്തിന് ചുറ്റും 4 ജീവികളുണ്ട്. और परमेश्वर के सामने बैठे हुए सिंहासन के पास 4 जीवियां हैं. അവർക്ക് ചുറ്റും 24 മൂപ്പന്മാരുണ്ട്. उनकी चारों तरफ 24 प्राचीनें हैं. അതിന് പുറത്തെ വലയത്തിൽ എണ്ണമറ്റ ദൂതന്മാരുണ്ട്. और उनकी बाहर की सर्कल में कितना अनगिनती स्वर्गदूत खड़े हैं. ദൈവത്തെ പറന്ന് ആരാധിക്കുന്ന സറാഫന്മാരുണ്ട്. और परमेश्वर को उड़कर आराधना करने वाला सराफे है. ഇവരെല്ലാവരും നിരന്തരമായിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ये सब निरंतर परमेश्वर को लगातार आराधना അവിടെ करते हैं. ആരാധനയ്ക്ക് ഒരു പഞ്ഞവുമില്ല. स्वर्ग में आराधना को कोई कभी कोई कमी है ही नहीं. എന്നാൽ നാം ദൈവത്തെ ആരാധിക്കുന്നത് പോലെ അവർക്ക് ആരാധിക്കുവാൻ കഴിയുകയില്ല. लेकिन हम जिस तरह से परमेश्वर को आराधना करता है उस तरह से उन्हें आराधना नहीं कर എന്തുകൊണ്ടെന്നാൽ सकता. ആരാധനയുടെ ശിരാകേന്ദ്രം എന്ന് പറയുന്നത് അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടാണ്. क्योंकि हमारी आराधना का केंद्र बिंदु यह है हमारे लिए काटा हुआ परमेश्वर का मेमना. സ്വർഗത്തിലെ സകല സൈന്യവും ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കാരണം കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്നുള്ളത് ഓർത്തുകൊണ്ടാണ്. और स्वर्ग की सारे व्यू है इसलिए आराधना करते हैं मेमना वध किया गया है. കുഞ്ഞാടേ അങ്ങ് അറുക്കപ്പെട്ടു, അങ്ങയുടെ രക്തം കൊണ്ട് അങ്ങ് ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങി. ओ मेमना वध किया गया है इसलिए आपने आराधना का योग्य आपकी खून से, कुलों से, भाषाओं से, गोत्रों से हमें परमेश्वर के लिए मोल लिया है. ഈ വെളിപ്പാടാണ് അവരെ ദൈവത്തെ ആരാധിക്കുവാൻ പ്രാപ്തരാക്കുന്നത്. इसी प्रकाशन उन्हें आराधना के लिए योग्य बनाते हैं. അറുക്കപ്പെട്ട ദൈവകുഞ്ഞാട്. और वध किया हुआ काटा हुआ मेमना. എന്നാൽ ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടത് അവർക്ക് വേണ്ടിയല്ല. ये मेमना वध किया गया उनके लिए नहीं. ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ട് ദൂതന്മാർക്കാകട്ടെ, 24 മൂപ്പന്മാർക്കാകട്ടെ, 4 ജീവികൾക്കാകട്ടെ
ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ये मेमना वध होने के कारण ना 24 प्राचीनों के लिए, क्या जीवियों के लिए, स्वर्गदूतों को कोई प्रकार की फायदा कभी नहीं हुआ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ഭൂമിയിൽ സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നുമുള്ള ദൈവത്തിന്റെ മക്കളാണ്. Praise the Lord. वध किया हुआ प्रभु यीशु मसीह जो मेमना है, उनका खून से खरीदा हुआ लोग हम हैं. अलग अलग भाषाओं से, अलग अलग गोत्रों से, अलग अलग देश से खरीदा हुआ हम हैं. हम प्रभु का आराधना करना है. വ്യർത്ഥവും പാരമ്പര്യവുമായി നമ്മുടെ നടപ്പിൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താലാണ്. हमारा पुरातन और परंपरा की चाल चलन से हमें खरीदा हुआ वस्तु क्या सोना है, चांदी है, परंतु यीशु मसीह का बहुमूल्य और निष्कलंक खून से हम खरीदा हुआ है. മറിയ തനിക്ക് വിലപ്പെട്ടതായ ആ തൈലപാത്രം ഉടച്ച് തൈലം മുഴുവനും യേശുവിന്റെ തലയിലും പാദത്തിലും പുരട്ടിയതുപോലെ ഇന്ന് സമ്പൂർണമായ ഒരു സമർപ്പണം നമുക്ക് ചെയ്യുവാൻ സാധിക്കുമോ? और जिस तरह से मरियम ने बहुत मूल्यवान इत्र को, संगमरमर का पत्र को तोड़कर जिस तरह से प्रभु के पैरों पर गिराई है, उस तरह से क्या आप कर सकते हो? നമ്മുടെ ആരാധനയിൽ നമ്മുടെ ഹൃദയം സമ്മേളിക്കുന്നുണ്ടോ? क्या हमारी आराधना में हमारा हृदय शामिल होते हैं क्या? ഹൃദയം എന്നുള്ളത് ഒരു സങ്കീർണമായ വാക്കാണ്. हमारा हृदय एक संकीर्ण समस्या से भरा हुआ एक बात है. നമുക്കറിയാം, ദൈവത്തിന്റെ ആലയവുമായിട്ട് സമാന്തരമായിട്ടാണ് മനുഷ്യന്റെ സൃഷ്ടിയെ ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തുന്നത്. परमेश्वर का वचन हमारा हृदय को परमेश्वर का मंदिर की तौर पर हमारा हृदय को तुलना करते हैं. ആലയത്തിന് പ്രാകാരമെന്നും വിശുദ്ധ സ്ഥലമെന്നും അതിവിശുദ്ധ സ്ഥലമെന്നും 3 ഭാഗങ്ങളുണ്ടെന്ന് നമുക്കറിയാം. हम जानते हैं कि आराधनालय को अंगन है, पवित्र स्थान है, परम पवित्र स्थान भी है. ഈ 3 ഭാഗങ്ങളെ പല വിധത്തിൽ അവതരിപ്പിക്കാറുണ്ട്. और ये 3 भागों को अलग अलग रीति पर लोग प्रस्तुत करते हैं. 3 പറയുമ്പോഴാണ് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്ന് പറയാറുള്ളത്. और जिस तरह से कहता है तब हम कहता है वो अंगन है और उसका पवित्र स्थान है और परम पवित्र स्थान है. അതിനെ 2 പറയുമ്പോൾ പ്രാകാരമെന്നും മന്ദിരമെന്നുമാണ് പറയാറുള്ളത്. और उसको 2 भाग में कहता है, तो अंगन है और पवित्र स्थान मंदिर है, ऐसा कहता है. ഇതുപോലെ പ്രാകാരത്തിന് സമാനമാണ് നമ്മുടെ ശരീരം. और इस यहाँ पर जो अंगन है उस तरह से मानिए हमारा शरीर, നമ്മുടെ ദേഹി അഥവാ മനസ്സിന് സമാനമാണ് വിശുദ്ധ സ്ഥലം. हमारा देही है, हमारा मन है और उसको उसकी समान है पवित्र स्थान. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന അന്തർമന്ദിരത്തിന് സമാനമാണ് നമ്മുടെ ആത്മാവ്. और परमेश्वर का सानिध्य यानी शकीना महिमा उत्तर कराते हैं, वो परम पवित्र स्थान है, उसकी समानता है हमारी अंदर की आत्मा. ഈ മനുഷ്യന്റെ വ്യക്തിത്വത്തെ 3 പറയുന്നത് പോലെ തന്നെ 2 പറയാറുണ്ട്. मनुष्य का व्यक्तित्व को भी 3 से कहता है, तब कुछ जगह पर 2 से भी कहता है. നമ്മുടെ ദേഹിയെയും ആത്മാവിനെയും സംയുക്തമായിട്ട് പറയുന്ന വാക്കാണ് ഹൃദയം. और हमारा देही और आत्मा को संयुक्त तौर पर कहने वाला एक भाग है ഹൃദയം. हृदय, उसका हृदय कहता है. ഹൃദയത്തിലാണ് നമ്മുടെ മനസ്സുള്ളത്. और हृदय में हमारा मन है. ഹൃദയത്തിലാണ് നമ്മുടെ മനുഷ്യാത്മാവുള്ളത്. हृदय में ही हमारा मनुष्य की आत्मा है. ആ നമ്മുടെ മനുഷ്യാത്മാവ്, പുതുക്കപ്പെട്ട മനുഷ്യാത്മാവിലാണ് ദൈവം തന്റെ ആത്മാവിനെ പകർന്നിരിക്കുന്നത്. नवीकरण पाया हुआ आत्मा में परमेश्वर ने परमेश्वर की आत्मा को दिया വീണ്ടും है. ജനിച്ച ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വ്യക്തിത്വത്തിന്റെ ത്രിമണ്ഡലങ്ങളും സജീവമായിരിക്കും. और मन और नए सिरे से जन्म पाया हुआ एक व्यक्तित्व का 3 भाग एकदम कार्यरत होगा. ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ അവർക്ക് ഈ 3 മണ്ഡലങ്ങളും സജീവമായിരുന്നു. और जब आदम और हव्वा को परमेश्वर ने सृष्टि की, वो समय पर उनका 3 भाग एकदम कार्यरत था. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പിൻപിലുള്ള പരമമായ ഉദ്ദേശം ദൈവവുമായുള്ള കൂട്ടായ്മയും ദൈവത്തിന്റെ മഹത്വവുമായിരുന്നു. और परमेश्वर ने आदम और हव्वा को इसलिए सृष्टि की और उसका परम लक्ष्य ये था कि परमेश्वर से आराधना करे. അപ്പോൾ മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ ഈ 3 മണ്ഡലങ്ങളും സജീവമായിരിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് സമ്പൂർണ്ണമായി മഹത്വം കരേറ്റുവാനും ദൈവത്തോടുള്ള കൂട്ടായ്മ പുലർത്തുവാനും സാധിക്കുകയുള്ളൂ. मनुष्य की शरीर, प्राण और आत्मा तीनों संयुक्त तौर पर
सही है तो ही संपूर्ण आराधना कर सकता എന്നാൽ है। പാപം മനുഷ്യന്റെ വ്യക്തിത്വത്തെ ആകെ വികലമാക്കി. लेकिन पाप मनुष्य का व्यक्तित्व को पूरी तरह से उसको बिगाड़ डाला। മനുഷ്യന്റെ ആത്മാവ് നിർജീവമായി പോയി. मनुष्य की आत्मा निर्जीव हो गया। ദൈവത്തിന്റെ ആത്മാവ് അവനിൽ നിന്നും വിട്ടുപോയപ്പോഴാണ് അവന്റെ മനുഷ്യന്റെ ആത്മാവ് നിർജീവമായത്. जब मनुष्य में इसकी आत्मा से परमेश्वर की आत्मा चले गया तब मनुष्य निर्जीव व्यक्ति बन गया। അവന്റെ മനസ്സ് വികലമായി പോയി. और उनकी मगन बिगड़ गया। അവന്റെ ശരീരം രോഗാതുരമായി തീർന്നു. और उनकी शरीर कई प्रकार की बीमारी से ग्रसित हो गया। ഇങ്ങനെ ആദാമിൽ നിന്നും ജനിച്ച എല്ലാവരിലേക്കും ആ അവസ്ഥ പടരുവാനിടയായി. और आदम से लेकर जितना लोग ने जन्म लिया है हर एक व्यक्ति में पूरी तरह से वो फैला गया। ആ അവസ്ഥയിൽ നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. उसी अवस्था से हमें उद्धार देने के लिए परमेश्वर ने उन्हीं एकलौत बेटा को इस दुनिया में भेजा। യേശുക്രിസ്തു നമുക്ക് നൽകിയ വീണ്ടെടുപ്പ് ഭാഗികമല്ല, സമ്പൂർണ്ണമാണ്. और परमेश्वर ने हमारे लिए दिया हुआ उद्धार भागिक नहीं है, वो संपूर्ण है। നമ്മുടെ ആത്മാവിനെ അവിടുന്ന് വീണ്ടെടുത്തു. और उसने हमारी आत्मा को छुड़ा लिया। നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവിനെ നിക്ഷേപിച്ചു. हमारी आत्मा में परमेश्वर की आत्मा को उसने भेज दिया। നമ്മുടെ മനസ്സിനെ അവിടുന്ന് അനുദിനം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. हमारा मन को हर दिन वो नई बना कर जा रहा है। യേശുക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരുന്നത് വരെയും ആ പ്രക്രിയ തുടരും. और जब तक हम यीशु का मन में नहीं पहुंचेगा तब तक वो प्रक्रिया चालू ही रहेगा। നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. हमारा शरीर का छुटकारा प्रभु यीशु मसीह ने उसका वायदा की है। യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ ഈ മൂന്ന് മണ്ഡലങ്ങൾക്കും ദൈവം വ്യതിയാനം വരുത്തും. और यीशु मसीह का क्रूस की मरण के द्वारा तीनों मंडलों में भागों में परमेश्वर ने कार्य की है। അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളും തങ്ങളുടെ ആത്മാവും മനസ്സും ശരീരവും ഒരുപോലെ സമ്മേളിച്ചുകൊണ്ട് വേണം ദൈവത്തെ ആരാധിക്കുക. इसलिए उद्धार पाए हुए हर एक व्यक्ति अपनी शरीर और अपनी प्राण यानी उनका मन और उनका हृदय आत्मा तीनों मिलाकर ही आराधना करना है। നാം ശരീരം കൊണ്ട് മാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ല, ദൈവത്തെ അപമാനിക്കുകയാണ്. केवल शरीर से जब हम आराधना करता है वो समय पर ध्यान से सुनिएगा, मन परमेश्वर का महिमा नहीं करता परंतु उसको अपमानित कर रहा है। മനസ്സിന്റെ സാന്നിധ്യമില്ലാതെ ദൈവത്തെ ആരാധിക്കരുത്. हमारा मन का सानिध्य ना हो परमेश्वर को आराधना ना करे। നമ്മുടെ ആത്മാവിന്റെ സജീവ പങ്കാളിത്തമില്ലാതെ ദൈവത്തെ ആരാധിക്കരുത്. और हमारी मन आत्मा का संपूर्ण सानिध्य ना हो तो परमेश्वर को आराधना ना करे। ദൈവത്തെ ആരാധിക്കുവാൻ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ത്രിമണ്ഡലങ്ങളിലും ജീവൻ വ്യാപരിക്കുന്നില്ലെങ്കിൽ മൗനമായിരിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. आपकी त्रिमंडलों में आराधना में एक साथ काम नहीं करते हैं, आप केवल मौन ही बैठो। എന്നാൽ ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ട് നിങ്ങൾ ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ ഇരുന്നാൽ അത് ദൈവത്തിന് അപമാനമാണ്. अगर कोई व्यक्ति आपको प्रेरणा या प्रचोदन देने से अब आराधना करता है वो परमेश्वर को अपमानित कर रहा है। ദൈവം ആഗ്രഹിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതാണ്. परमेश्वर यूं चाहता है कि हम संपूर्ण मन से, संपूर्ण आत्मा से, संपूर्ण प्राण से परमेश्वर से आराधना करें। ഭാഗികമായിട്ടോ ന്യൂനതയുള്ളതോ യാഗങ്ങൾ ദൈവം പ്രസാദിക്കുന്നില്ല. भागिक हो या किसी कमी कटी हो ऐसी आराधना ऐसी यज्ञ प्रभु नहीं चाहते हैं। ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. हृदय में से जो बाहर नहीं निकलता है वो कोई चीज परमेश्वर को नहीं चाहिए। ദൈവത്തിന് സ്തോത്രം പറഞ്ഞാൽ അത് ഹൃദയംഗമായിരിക്കണം. परमेश्वर को अगर धन्यवाद देते हैं वो संपूर्ण मन से होना चाहिए। ആത്മാവും മനസ്സും അതിൽ ആക്റ്റീവായിരിക്കണം. और आपकी आत्मा और आपकी मन उसमें कार्यरत होना चाहिए। ഇതിനായിട്ട് നമുക്ക് ചില ശീലങ്ങളൊക്കെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. और उसके लिए हमारा जीवन में कुछ शील को हम बढ़ाना है। നമ്മളിങ്ങനെ കാലങ്ങളായിട്ട് പഠിച്ചു വെച്ച ചില കാര്യങ്ങൾ ആവർത്തിച്ച് ശീലങ്ങളായിട്ട് മാറാറുണ്ട്. और हमने कुछ पढ़ा हुआ भाग हमारा शरीर में इस तरह से कुछ हमारा शील बन जाता है। ആരാധന എന്നുള്ളത് ഹൃദയശീലമായിട്ട് മാറണം. और हम आराधना एक ऐसी प्रक्रिया बनना चाहिए। ശീലങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ और हमारा कुछ व्यसन के बारे में जिस तरह से हम देखते हैं അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ളവരുടെ ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. और हमारा जीवन में कुछ टेव है क्या कुछ शील है उसके बारे में गवेषण किया हुआ व्यक्तियों के बारे में मैंने पढ़ा। ശീലങ്ങളെ മൂന്നായിട്ടാണ് തിരിക്കാറുള്ളത്. और हमारा जीवन में जिस तरह से हम लगातार करने वाला बातों को 3 भाग में बांटा जाता है। ഒന്നാമത്തേത്
നല്ല ശീലങ്ങളാണ്. और अच्छा हमारा जीवन में कुछ अच्छा कार्य हम करते हैं, कुछ शील हमारा जीवन में होता है। രണ്ടാമത്തേത് ദുശ്ശീലങ്ങളാണ്. और दूसरा है हमारा जीवन में खूटे वो होता ഇത് है, സ്വാഭാവിക മനുഷ്യരിലൊക്കെ കണ്ടുവരുന്നതാണ് ഈ രണ്ട് ശീലങ്ങളും. खराब आदतें हैं और कई व्यक्तियों में खराब आदतें होते हैं। രാവിലെ നമ്മൾ പല്ല് തേക്കുന്നു, അത് നമ്മുടെ ശീലമാണ്. सुबह में हम दांत साफ करते हैं, वो हमारी आदत है, അത് നല്ല ശീലമാണത്. वो अच्छा आदत भी है। എന്നാൽ ബീഡി പിടിക്കുന്നതും കള്ളു കുടിക്കുന്നതും ഒക്കെ ദുശ്ശീലമാണ്. लेकिन गड़बड़ी, उसको दूसरा से गड़बड़ी करना और मारामारी करना, दारू पीना, वो खराब आदत है। ശീലങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ളവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് मनुष्य की आदतों के बारे में और कुछ निरीक्षण परीक्षण किया हुआ लोग यूं कहता है, ഒരു ദുശ്ശീലം ഒരു വ്യക്തിയിൽ ഉളവാകുവാനും നിലനിൽക്കുവാനും വേണ്ടി ഒരു കാര്യം 16 പ്രാവശ്യം ആവർത്തിച്ചാൽ മതി. और अगर एक व्यक्ति उनकी जीवन में एक आदत 16 बार करने से अगर वो खराब हो, उनकी जीवन में खराब आदतें हो जाता है। എന്നാൽ ഒരു നല്ല ശീലം ഒരാളിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ 66 പ്രാവശ്യം ആവർത്തിക്കണം. अगर वो खराब आदत के लिए 16 बार है, लेकिन एक अच्छा आदत को आपकी जीवन में आदत बना देना है और उसका 66 बार आपको करना पड़ेगा। ഉദാഹരണത്തിന് പുകവലിക്കാത്ത ഒരു കുട്ടി, ഏതെങ്കിലും നമ്മുടെ സമൂഹത്തിലുള്ളൊരു കുട്ടി ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ചെന്ന് ഉപരിപഠനത്തിന് വേണ്ടി വ്യാപൃതനാകുമ്പോൾ കൂട്ടുകാരെങ്കിലും ഒന്ന് പുകവലിക്കുവാൻ സമ്മർദ്ദപ്പെടുത്തിയെന്ന് വിചാരിക്കുക. मानो एक बेटा यहाँ से केरल में से बाहर निकल कर गया वो पढ़ाई करने के लिए, वो इसी छोटा सा जवान को एक बीड़ी पीने का आदत या सिगरेट पीने का आदत उनको देना है। दोस्त लोग ने बोला तो पियो। ആരംഭ സമയത്തെല്ലാം അതിനെ എതിർക്കും, അതിനെ നിരാകരിക്കും. और पहली बार उसी आदत हम मैं नहीं पीते से कहूंगा। സമ്മർദ്ദത്തിന് വിധേയനായിട്ട് ഒരിക്കൽ അതൊന്ന് രുചിച്ചു എന്ന് കരുതുക. लेकिन दोस्तार की दबाव में आकर के एक बार उसने उसको चख लिया एक बार और उसको पी लिया। അത് 16 പ്രാവശ്യം ആവർത്തിച്ചാൽ പിന്നീട് അവൻ ചോദിച്ചു വാങ്ങി വലിക്കും. और 16 बार अगर वो सिगरेट पीते हैं, फिर बाद में 17 बार अपने आप से मांगेगा मेरे അത് को അവനിൽ चाहिए। ഒരു ദുശ്ശീലമായിട്ട് ഡെവലപ്പ് ആകും. और उनका जीवन के लिए खराब आदत बन गया। എന്നാൽ ഒരു നല്ല ശീലം എന്ന് പറയുന്നത് लेकिन अपने जीवन में एक अच्छा आदत को चाहे पर बनाना है तो, നിങ്ങളൊരു തീരുമാനം എടുത്തു എന്ന് വിചാരിക്കുക, രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. और मानिए आपने ऐसा निर्णय लिया कि मैं कल से 5 बजे उठकर प्रार्थना നിങ്ങൾ करूंगा। അലാറമൊക്കെ സെറ്റ് ചെയ്ത് കിടക്കുന്നു, 5 മണിയാകുമ്പോൾ അലാറം അടിക്കുന്നു, നിങ്ങൾ എഴുന്നേൽക്കുന്നു. अलार्म सेट करके आपने और सोते हैं, अलार्म लगता है और घंटी बजते ही आप उठता है। 16 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് 17ാമത്തെ ദിവസം എനിക്കിത് നല്ല ശീലമായി കാണുമെന്ന് വിചാരിച്ചാൽ പോയി. और अब 16 दिन में ऐसा आपने 5 बजे उठ लिया, लेकिन 17वें दिन में भी सोचा मैं उठूंगा, लेकिन गलत है, वो ऐसा नहीं हो सकता। എന്നാൽ 66 ദിവസങ്ങൾ നിങ്ങൾ അലാറം വെച്ചുണർന്നാൽ 67ാമത്തെ ദിവസം നിങ്ങൾക്ക് അലാറത്തിന്റെ ആവശ്യം വരികയില്ല. लेकिन 66 बार आपने लगातार अलार्म लगा के 5 बजे उठेगा, നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ചെയ്യും രാവിലെ എഴുന്നേൽക്കുവാൻ. 67वीं बार आपकी मगज में ऐसा आएगा, आपने अपने आप से उठ जाएगा। അപ്പൊ ചുരുക്കത്തിൽ ഒരു ദുശീലം ഡെവലപ്പ് ചെയ്യാനായിട്ട് സമയം വളരെ ചുരുങ്ങിയ സമയം മതി. ഒരു നല്ല ശീലം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. और कहने का मतलब यह है, तात्पर्य यह है कि आपकी जीवन में खराब आदत को बढ़ाना है, उसका 16 बार करो, लेकिन एक अच्छा आदत को करने के लिए 66 बार आपको करना നമ്മൾ है। ചെയ്യുന്ന പല കാര്യങ്ങളും നല്ല ശീലങ്ങളാണ്. हम कई बार जो करते हैं एक अच्छा आदत भी है। അക്കൂട്ടത്തിൽ ആത്മീയരുടെ ഇടയിലെ നല്ല ശീലങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥിക്കുക. और हमारी आत्मिकता की अच्छा आदत यह है कि हम हर दिन प्रार्थना करें ഞായറാഴ്ച ദിവസം ആരാധനയ്ക്ക് വേണ്ടി സഭായോഗത്തിന് അറ്റൻഡ് ചെയ്യുക. और आराधना में हर रविवार को आराधना में समय पर भाग लेना, ദൈവത്തിന് നൽകുക, परमेश्वर को देना भी, ദൈവത്തെ ആരാധിക്കുക, परमेश्वर को आराधना करना, സുവിശേഷ വേല ചെയ്യുക. सुसमाचार की सेवा करा, ഇതൊക്കെ നല്ല ശീലങ്ങളാണ്. ये सब अच्छे आदत भी है। പക്ഷെ ദൈവം നല്ല ശീലങ്ങളിൽ പ്രസാദിക്കാറില്ല. लेकिन ध्यान से सुनिएगा, परमेश्वर अच्छा आदतों में प्रसन्न नहीं എന്ന് होता। വെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവം അതിൽ പ്രസാദിക്കില്ല. मैं प्रार्थना करता हूं इसलिए प्रभु खुश हो गया, ഞാൻ ബൈബിൾ വായിച്ചു എന്ന കാരണത്താൽ ദൈവം അതിൽ പ്രസാദിക്കണമെന്നില്ല. मैं बाइबल पढ़ा इसलिए प्रभु खुश हो, ऐसा ഞാൻ नहीं हो സുവിശേഷ വേല ചെയ്തു എന്ന കാരണത്താൽ ദൈവം അതിൽ പ്രസാദിക്കണമെന്നില്ല. नहीं, ऐसा जरूरी नहीं है मैं सुसमाचार की सेवा करने के कारण प्रभु से खुश हो गया। എന്നാൽ ഞാൻ ഹൃദയംഗമായി പ്രാർത്ഥിച്ചാൽ ദൈവം അംഗീകരിക്കും. लेकिन एक बात में हृदय पूर्वक प्रार्थना करे तो परमेश्वर मेरा प्रार्थना को सुनेगा। ഹൃദയംഗമായിട്ട് ഞാൻ ദൈവത്തെ ആരാധിച്ചാൽ ദൈവം അത് അംഗീകരിക്കും. और मैं हृदय की तौर पर मैं परमेश्वर को गीत गाते हैं तो प्रभु वो स्वीकार करेंगे। ഹൃദയംഗമായിട്ട് ഞാൻ വചനം വായിച്ചാൽ ദൈവം അതിൽ
സംപ്രീതനായി തീരും. हृदय पूर्वक में परमेश्वर का वचन को पढ़ेंगे तो प्रभु उससे जरूर खुश होंगे. സഭാ ശുശ്രൂഷ മുതൽ ട്രാക്ട് കൊടുക്കുന്നത് വരെ ദൈവവേല ഒക്കെയും ആചാരമായി തീരാറുണ്ട്. और हमारा जो आराधना शुरू करते हैं से लेकर पर्ची बांटना तक हमने ऐसा करते हैं. അതൊക്കെ കേവലം ശീലങ്ങളായി തീരാൻ സാധ്യതയുണ്ട്. वो हमारी आदत बन गया, वो हमारा पारंपरिक बन गया, इसलिए हम परंपरा में करते हैं. അതുകൊണ്ടാണ് ആലയത്തിൽ പാട്ട് തുടങ്ങുമ്പോൾ നമ്മൾ കൂടെങ്ങ് പാടും, പക്ഷെ എതിരെയാ പോയെന്ന് ആർക്കും ഒരു പിടിയില്ല. और इसलिए हमारा प्रथा की तौर पर गीत गाते हैं, कहाँ गया हमें भी पता नहीं. പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് പ്രാർത്ഥിക്കും, പക്ഷെ എന്താ പ്രാർത്ഥിച്ചെന്ന് തിരിഞ്ഞ് ചിന്തിച്ചാൽ മനസ്സിലില്ല. और हमने प्रार्थना करने के लिए बोलेगा तो हम प्रार्थना करते हैं, लेकिन क्या प्रार्थना किया है उसकी बात हमें मालूम नहीं होता. ഇതെല്ലാം നമ്മൾ ശരീര സാന്നിധ്യത്തിൽ മാത്രം ചെയ്യുന്നത് കൊണ്ടാണ്. और ये सब कुछ हम शरीर में ही करते हैं, इसी कारण നമ്മുടെ ഹൃദയം കൂടി ഇതിനോട് ചേർന്ന് വരുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. और उसका शरीर भी, हमारा प्राण भी उसके अंदर आता है तो प्रभु खुश होता है. പ്രാർത്ഥിക്കുന്നതിനും ഉപവസിക്കുന്നതിനും ദാനം ചെയ്യുന്നതിനും ഒക്കെ നമ്മേക്കാൾ മിടുക്കന്മാരായിരുന്നു പരീശന്മാര്. और हमारा से जो प्रार्थना करने में, दान देने में, सब कुछ सारे उससे माहिर था फरीसी लोग. എന്നാൽ എൻ്റെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അഭ്യസിപ്പിച്ചത് നിങ്ങൾ പരീശന്മാരെ പോലെ പ്രാർത്ഥിക്കരുത്, ഉപവസിക്കരുത്, ദാനം ചെയ്യരുതെന്നാണ്. लेकिन यीशु मसीह ने उनका शिष्यों से यूं कहा, फरीसी लोग जो करते हैं, प्रार्थना करते, उपवास करते, दान देते, उस तरह से तुम नहीं करना. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഈ കർമ്മങ്ങളൊക്കെയും കേവലം ശരീരത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രം ചെയ്തതാണ്. क्योंकि उन्होंने जो कुछ भी करते हैं वो केवल शरीर से ही करता था. മറ്റുള്ളവരിൽ നിന്നും പ്രീതി പിടിച്ചു പറ്റുവാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. और दूसरा मनुष्यों से आदर भावना के साथ उसको अपनाने के लिए वो करते थे. അവരാരും ഇത് ഹൃദയംഗമായിട്ട് ചെയ്തതല്ല. उन्होंने वो हृदय पूर्वक नहीं किया. അതുകൊണ്ട് അവർ ചെയ്തതിനൊക്കെ അവർക്ക് പ്രതിഫലം ലഭിച്ചു പോയി എന്നാണ് വായിക്കുന്നത്. और इसलिए बाइबल में ऐसा लिखा है कि उन्होंने जो कुछ भी किया उसका प्रतिफल मिल चुका है. മനുഷ്യരെ കാണിക്കുവാൻ വേണ്ടിയുള്ള നമ്മുടെ ശീലങ്ങളൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം. और मनुष्य को दिखावा के लिए जो कुछ भी आदतें हमारे पास है उसको हम हटाए. പുറമേ ഉള്ളതല്ല അകമേ ഉള്ളത് നോക്കി മാർക്കിടുന്ന ദൈവത്തിന്റെ മുൻപാകെ നമ്മുടെ ആരാധനയായാലും പാട്ടായാലും പ്രാർത്ഥനയായാലും വചനധ്യാനമായാലും സുവിശേഷ വേലയായാലും ഇതെല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിരിക്കട്ടെ. और हमारा बाहरी तौर पर नहीं, परंतु हमारा अंदरूनी व्यक्तित्व को देखकर उसको मार्क डालने वाला परमेश्वर के सामने जो कुछ भी हम करे, भले हम गाए, भले हम सुसमाचार की सेवकाई करे, भले हमने प्रार्थना करे, सब कुछ संपूर्ण मन से तीनों व्यक्तित्व के साथ സമ്പൂർണ്ണ ഹൃദയത്തോടെ മറിയ കർത്താവിനെ ആരാധിച്ചതാണ് ഇവിടുത്തെ പ്രധാന പ്രമേയം. संपूर्ण मन से आराधना किया हुआ मरियम यहाँ की सबसे बड़ा मुद्दा है. സമ്പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്നവർ ചുരുക്കമാണ്. संपूर्ण हृदय से आराधना करने वाला लोग कम ही लोग हैं. അവർക്ക് സമൂഹത്തിൽ നിന്നും പല വെല്ലുവിളികൾ നേരിടാറുണ്ട്. उनको समाज से कई प्रकार की चुनौतियों का सामना करना पड़ता है. അപ്പോസ്തലന്മാർ പോലും ചോദിച്ചു പോയി അവരോട്, എന്തിനാണ് ഈ വെറും ചിലവ്? और प्रेरितों ने भी ऐसे सवाल पूछा, ये क्यों काली खर्चा कर रहे हो? ഇത് വിറ്റിട്ട് ദരിദ്രന്മാർക്ക് കൊടുത്തുകൂടെയോ? और इसको बेचकर कंगालों को बांटते. ഇവിടെ ഇതുപോലെയുള്ള സ്ഥിതിവിശേഷങ്ങൾ നമ്മെ നേരിട്ടു എന്ന് വരാം. हो सकता है हमारा जीवन में भी इस तरह की समस्याओं को सामना करना पड़े. പക്ഷെ ഭയപ്പെടേണ്ട കാര്യമില്ല. डरना नहीं. മറിയക്കെതിരെ വാക്കുകൾ വന്നപ്പോൾ और यहाँ पर ऐसे कहा हुआ, मरियम से यीशु ने कहा, ആരെയാണോ ആത്മാർത്ഥമായിട്ട് അവൾ ആരാധിച്ചത്, और मरियम ने जो आराधना किया है वो संपूर्ण मन से आराधना ആ की. കർത്താവ് അവളുടെ സഹായത്തിനായിട്ട് വന്നു. और प्रभु यीशु मसीह उन्हें मदद करने के लिए आई. കർത്താവ് അംഗീകരിച്ചുകൊണ്ട് ഏറ്റു പറഞ്ഞു, അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയാണ് ചെയ്തത്. यीशु ने कहा, उसने जो की है उनको मेरे लिए अच्छा काम की है. അതെ, നിന്റെ ആരാധനയും പ്രാർത്ഥനയും സുവിശേഷ വേലയും ഒക്കെ പലരിലും പരിഭവങ്ങൾ ഉളവാക്കുമെങ്കിലും യേശു കർത്താവ് പറയുന്നു, അതെ, ഇവൻ നല്ല കാര്യമാണ് ചെയ്തത്. और हो सकते है आपकी आराधना को देखकर, आपकी समाचार की कार्यों को देखकर परमेश्वर कहता है और ये अच्छा काम किया है, शायद मनुष्य नहीं कहता होगा. പ്രിയരെ, നമുക്ക് ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. केवल एक ही जीवन हमारे लिए അത് है. സമ്പൂർണ്ണമായി കർത്താവിന് വേണ്ടി वो അർപ്പിക്കാം. संपूर्ण तौर पर परमेश्वर के लिए समर्पित करे. ഔക്കാ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ജിം എലിയട്ടിനെ പോലെ, औका लोगों के बीच में जो कार्य किया हुआ जिम एलियट की समान, തനിക്കുണ്ടായിരുന്ന ഒരു ജീവിതം കർത്താവിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിച്ചു. और एक ही जीवन उनके पास था, वो यीशु के लिए समर्पित किया. നമ്മുടെ കർത്താവിന് വേണ്ടി
നമ്മുടെ സമ്പൂർണ്ണ ഹൃദയവും സമ്പൂർണ്ണ മനസ്സും സമ്പൂർണ്ണ ശരീരവും ഏൽപ്പിച്ചു കൊടുക്കാം. और प्रभु यीशु मसीह के लिए हमारा संपूर्ण हृदय, संपूर्ण मन और संपूर्ण शरीर को हम समर्पित करें. സമ്പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് നൽകാവുന്ന വില അതുമാത്രമാണ് നമ്മുടെ ഹൃദയംഗമായ ആരാധന, സമ്പൂർണ്ണമായ സമർപ്പണം. संपूर्ण आराधना यह है कि हमारा संपूर्ण हृदय के साथ, संपूर्ण मन के साथ परमेश्वर की आराधना करें. അതിനായിട്ട് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. और उसके लिए परमेश्वर इसी वचन से आप सबको आराधना और आशीष करे. इसी वचन से मेरा बात को समाप्त करता हूं. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. परमेश्वर सबको आशीष करे और एक बार धन्यवाद.